ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഋഷിക്ക് 2000 കോടി രൂപയുടെ അനധികൃത സമ്പത്തുണ്ടെന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2000 കോടി? എന്ത് വിട്ടിത്താണ് നിങ്ങൾ പറയുന്നത്? എന്റെ ഭർത്താവ് സ്വന്തമായ ഒരു സമൂസ പോലും വാങ്ങാൻ കഴിവില്ലാത്തൊരു സാധാരണക്കാരനാണ്. ഓഫീസർ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചതാണ്. അവൻ ഇത്രയും പണമൊക്കെ എവിടുന്ന് കിട്ടാനാ? നീ ഇവിടെ പണം ഒളിപ്പിച്ചിട്ടുണ്ടോ? എന്തു പണം? ഇതാരാണ്? ഇതെന്റെ ഭർത്താവാണ്. ഇവർക്കെതിരെയാണ് നിങ്ങൾക്ക് വാറണ്ട് ഉള്ളത്. ജൂൺ 12 രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ സാർ, ആ രാത്രി ഞാൻ എൻ്റെ ഗുരുവിൻ്റെ ഓഫീസിൽ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. നീയാണ് ഇപ്പോഴത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ 2000 കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ. നീ പറയുന്നത് നീ ആയത് എല്ലാം ഗുരുജി മാധവന്റെ ഉപദേശങ്ങൾ കൊണ്ടാണ്. ആ രാത്രിയിൽ ഗുരു ശിഷ്യനെ കണ്ട് ആദ്യമായി ദക്ഷിണ ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ എങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റും? ഞാൻ കൈകൂപ്പി നിന്നോട് അപേക്ഷിക്കുന്നു, ദയവായി ശ്രീലക്ഷ്മിയെ വിവാഹം ചെയ്യൂ. വിവാഹത്തിന് ശേഷം 3 വർഷം നീ എന്റെ വീട്ടുവേലക്കാരനെ പോലെ താമസിക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നത് ഈ കത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇത് 3 വർഷം കഴിഞ്ഞേ വായിക്കാവൂ. എനിക്ക് ഒന്നും അറിയില്ല. ഋഷിയുമായുള്ള നിന്റെ ബന്ധം എന്താണ്? നിനക്കെന്താണ് ഋഷിയെ ഭർത്താവായി അംഗീകരിക്കാൻ ഇത്ര മടി? നീ എന്തിനാണ് അവൻ ഇങ്ങനെ നിന്ദിക്കുന്നത്? അതുകൊണ്ട് നിനക്കെന്താണ് ലഭിക്കുന്നത്? ശ്രീലക്ഷ്മി, നീ എപ്പോ എത്തി? ദേ ഇപ്പൊ വന്നേയുള്ളൂ. ഞാൻ നിന്നെ കുറെ നേരെ വെയിറ്റ് ചെയ്യായിരുന്നു. നീ അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. എന്താണത്? വൈൻ, ആസ് ഓൾവേസ്. ചിയേഴ്സ്. എന്നാൽ അന്ന് ഹോട്ടലിൽ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയ ശ്രീലക്ഷ്മി ഋഷിയെ അവിടെ കണ്ട് ഞെട്ടി. എന്തുപറ്റി ശ്രീലക്ഷ്മി? ഞങ്ങളുടെ എന്റർടൈൻമെന്റും വരുന്നുണ്ടല്ലോ. നിന്റെ ഈ ജോലിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഭർത്താവ് ഇനിയിപ്പോ ഫുൾ കോമഡിയാവും. ഋഷി, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ തരുന്നത് മതിയാക്കിക്കൂടെ നിനക്ക്? ഇപ്പൊ ഇതാ ഇവിടെയും. സത്യം പറ, ഈ റിച്ച് പാർട്ടിയിൽ നീ എങ്ങനെ വന്നു? കാം ഡൗൺ ശ്രീലക്ഷ്മി. നീ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം എന്താ? അതോ നീ തന്നെ സംസാരിക്കുകയാണോ? ഈ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓഹോ, നിന്നെപ്പോലെ വീട്ടുജോലി ചെയ്യുന്ന ഒരാൾക്ക് ഈ പാർട്ടിക്ക് ക്ഷണമോ? നിനക്കറിയാമോ, ഇവിടെ ഒരുപാട് കോടീശ്വരന്മാർ വരുന്ന സ്ഥലമാണ്. ശ്രീലക്ഷ്മി, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. നീ വെറുതെ എൻ്റെ സമയം കളയല്ലേ. എനിക്ക് നിന്നോട് ഇവിടുന്ന് തർക്കിക്കാനും താല്പര്യമില്ല. ഋഷി ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ബ്രാൻഡഡ് ഡ്രസ്സിൽ വന്നത്? വീട്ടുജോലി ചെയ്യുന്ന ഇവനെവിടുന്ന ഇത്രയും വില കൂടിയ സൂട്ട്? ഋഷി എവിടെ നിന്നാണ് വരുന്നത്? അവന്റെ യഥാർത്ഥം എന്താണ്? അവൻ വെറും ഒരു മരുമകനാണോ? അതോ വിലപിടിപ്പുള്ള കോട്ടിട്ട് ബോഡി ഗാർഡുകളോടൊപ്പം നടക്കുന്ന ബഹുമാനപ്പെട്ട മിസ്റ്റർ ഋഷിൻ വർമ്മയോ? എന്തിനാണ് വലിയ വലിയ ബിസിനസ്മാൻ ഇവന്റെ പിറകെ നടക്കുന്നത്? എല്ലാവരും എന്തിനാണ് ഇവനെ മിസ്റ്റർ ഋഷിൻ വർമ്മ എന്ന് വിളിക്കുന്നത്? ഋഷി സത്യത്തിൽ അത്ര സമ്പന്നനാണോ? ആണെങ്കിൽ ഇപ്പോഴും അവൻ പാവപ്പെട്ട ജീവിതം തുടരുന്നത് എന്തിനാണ്? നഗരത്തിലെ അണ്ടർവേൾഡിന്റെ അറിയപ്പെടുന്ന ഡോൺ പോലും ഭീതിയോടെ നോക്കുന്ന വ്യക്തിയാണ് ഋഷി.
ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും നാട്ടിലെ ഏത് വലിയ കൊമ്പനും അവന്റെ പേര് കേൾക്കുമ്പോഴേക്കും ഭയക്കുന്നതെന്തിന്? നീ എങ്ങോട്ടാ? ഇന്ന് അച്ഛന്റെ ചരമവാർഷികമാണ്. അതുകൊണ്ടൊന്ന് ക്ഷേത്രത്തിൽ പോണം. ഞാൻ പോയിക്കോട്ടെ? നിനക്കറിയാമോ, എന്റെ മകളുടെ ദുർഭാഗ്യമാണ് അവൾ നിന്നെ വിവാഹം ചെയ്തത്. പക്ഷേ ഒരു പക്ഷേയുമില്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വയ്യ. വേഗം അടുക്കളയിലേക്ക് ചെല്ല്. അവനെ ഒരു മകന്റെ സ്ഥാനത്ത് കാണാതെ ഒരു വേലക്കാരനോടെന്ന പോലെയല്ലേ നിങ്ങൾ പെരുമാറിയത്? ഋഷിയുടെ അമ്മയും അച്ഛനും അവന്റെ ബാല്യത്തിൽ തന്നെ മരിച്ചിരുന്നു. അവൻ നിങ്ങളുടെ വർമ്മ ഫാമിലിയിലാണ് വളർന്നത്. കാറുകൾ കഴുകുന്ന ജോലിക്കാരനെ പോലെ അവൻ ജോലി ചെയ്തിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അവളെ വീട്ടിലെ കാറ് കഴുകുന്ന ജോലിക്കാരനായ ഋഷിയുമായി വിവാഹം ഉറപ്പിച്ചു. നീയും വീട്ടിലെ മറ്റെല്ലാവരും ഈ വിവാഹത്തെ എതിർത്തു. എഴുന്നേൽക്ക് വേഗം. എനിക്ക് വലിയൊരു പൂജയ്ക്കായി പോകാനുണ്ട്. ഞാൻ ഇപ്പോഴേ ലേറ്റാണ്. ഇനി അവിടെ എത്തിയിട്ട് എൻ്റെ അടുത്ത് ഭർത്താവ് കളിക്കാൻ വന്നാൽ അതിലും വലിയ മാനക്കേട് എനിക്കില്ല. വേഗം ഇറങ്ങി ഇങ്ങോട്ട്. ഹലോ ഋഷി സാർ, നിങ്ങൾ വന്നോ? നിങ്ങൾ എനിക്ക് മാപ്പ് തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിങ്ങളുടെ അച്ഛൻ്റെ ചരമവാർഷിക പൂജയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്തു. നഗരത്തിലെ പ്രമുഖ പണ്ഡിതരും ബിസിനസ് കുടുംബങ്ങളും എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്? ഋഷി, നീ ഇപ്പോഴും തമാശ കളിക്കാണോ? അല്ല, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെ വരൂ, എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു തരാം. വരൂ. ഇത്രയും പാവപ്പെട്ട ഋഷി എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ജെറ്റിന്റെ ഉടമയായത്? തന്റെ ഭാര്യയുടെ റെസ്പെക്ട് പോലും കിട്ടാത്ത ഇവനെങ്ങനെ അവൾക്ക് വേണ്ടി മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു? ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് പുറത്തെടുക്കൂ. ഈ ബാഗും എടുത്തു വെക്കൂ. എന്റെ ഫ്ലൈറ്റിന്റെ ടൈമായി. ഐ എം ഓൾറെഡി ലേറ്റ്. ഈ ഡ്രൈവർ ഇത് എവിടെയാണ്? രാവിലെ മുതൽ ഋഷിയും കാണുന്നില്ല. ജോലി ചെയ്യേണ്ട സമയത്ത് എല്ലാവരും എവിടെ പോയിരിക്കണാവോ? ഡൽഹിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് മിസ്സായാൽ മന്ത്രിയുമായുള്ള മീറ്റിംഗ് നടക്കില്ല. അതിനൊപ്പം സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയും കൈവിട്ടു പോകും. ഡ്രൈവറിന്റെ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് ലീവാണ്. എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എല്ലാത്തിനും ജോലി ചെയ്യാൻ മടിയാണ്. ഓരോ എക്സ്ക്യൂസ്. ഹാ, നടക്ക്. ശ്രീലക്ഷ്മി, മോളെ എങ്ങോട്ടാ പോകുന്നത്? അമ്മേ, ഞാനൊന്ന് ഡൽഹി വരെ പോവുകയാണ്. മീറ്റിംഗ് ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കൂ. എന്റെ പ്രാർത്ഥന എന്നും നിന്റെ കൂടെയുണ്ട്. പക്ഷെ ഇവൻ എങ്ങോട്ടാ? ഇവൻ ഇവിടെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇവൻ എന്റെ കൂടെ വരികയാണ്. ഇന്ന് ഡ്രൈവർ ലീവാണ്. പാത്രങ്ങൾ അവിടെ മാറ്റിവെച്ചേക്ക്. ഇവൻ തിരിച്ചു വന്നിട്ട് കഴുകിക്കോളും. ബൈ. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.